Assalamu alaikum and welcome back to yet another brand new episode of Being Blue. So guys, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കുറേ പേരില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുന്ന കുറച്ച് അഫോർഡബിൾ ലിപ്സ്റ്റിക്സ് പറഞ്ഞിരുന്നു വെച്ചിട്ട്. സോ അതാണ് ബേസിക്കലി നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഇത് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ പ്രിഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാര്യമായിട്ട് ചെയ്യുന്നത്. ബിക്കോസ് അവരൊന്നും എന്തായാലും സെഫോറ മാക് അങ്ങനെയുള്ള ഷെയ്ഡ്സ് ഒന്നും പ്രിഫർ ചെയ്യില്ല തുടങ്ങുമ്പോൾ തന്നെ. എല്ലാവരും അഫോർഡബിൾ ആയിട്ട് തന്നെ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷെയ്ഡ്സിലോട്ടാവും പോവുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വാനിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നന്നാവും. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ഷെയ്ഡ്സ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷെയ്ഡ്സ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് എന്താ നോക്കുന്നത്, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യണം, ഡ്രൈയിങ് ആവരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുന്ന സമയത്ത് നോക്കുക. സോ എല്ലാ ഷെയ്ഡ്സും ഞാൻ ഇതിൽ സ്വാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ കയ്യിൽ കഴിയുന്നതും ഇട്ടിട്ട് കാണിച്ചു തരാം. കാരണം അത്രയും ലിപ്സ്റ്റിക്സ് ഉണ്ട് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. സോ ഇത്രയും ലിപ്സ്റ്റിക്സ് ആണ് ഉള്ളത്. സോ എല്ലാം കൂടെ സ്വാച്ച് ചെയ്ത് കാണിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ കയ്യിൽ വരച്ച് കാണിച്ചു തരാം. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇപ്പം ഞാൻ റിംഗ് ലൈറ്റിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ എനിക്ക് വേറെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായി. സോ ഇതിൽ എത്രത്തോളം അത് ജസ്റ്റിഫൈ ചെയ്യും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് കുറച്ച് അഫോർഡബിൾ ലിപ്സ്റ്റിക് റെക്കമെൻഡേഷൻസ് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഗൈസ് ഇത്രയും ലിപ്സ്റ്റിക്സ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ വാനിറ്റിയിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡ്സ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സെഫോറ ഉണ്ട്, 80, 81, 84 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന ലിപ്സ്റ്റിക്സ് ആണ്. സോ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പൊ ഞാൻ ഇതിൽ പറയാൻ പോകുന്ന മെയിൻ ബ്രാൻഡ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കിറോ ബ്യൂട്ടി വരുന്നുണ്ട്, ഡിയാം ബ്യൂട്ടി, അതേപോലെ തന്നെ മെബെല്ലൈൻ്റെ കുറച്ച് ഷെയ്ഡ്സ്, ഫോറെവർ 52യുടെ കുറച്ച് ഷെയ്ഡ്സ്, അതുപോലെ നമ്മുടെ അടുത്ത് എന്തായാലും വേണ്ടിയിട്ടുള്ള കുറച്ച് ലിപ് ഗ്ലോസസിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഐ ടെൽ യു അബൌട്ട് മെബെല്ലൈൻ ലിപ്സ്റ്റിക്സ്. അപ്പം ഈ മെബെല്ലൈൻ ലിപ്സ്റ്റിക്സിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? യുനോ ഇറ്റ് കൈൻഡ് ഓഫ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, പക്ഷെ ഡ്രൈയിങ് ആണ്, ഒരു പരിധി വരെ നന്നായിട്ട് ഡ്രൈ ആയി പോവും. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ രാവിലെ ചെയ്തൊരു ഈവനിങ് വരെ ആ ഒരു മേക്കപ്പിൽ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ചോയ്സ് ആണ്. എൻ്റെ അടുത്ത് മോസ്റ്റ് ഓഫ് ദ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും കയ്യിലുള്ള കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്ലീസ് നോട്ട്. മെബെല്ലൈൻ ന്യൂയോർക്കിന്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് കളക്ഷൻ ആണ് കേട്ടോ ഇതെല്ലാം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സോ അതിൽ ഫസ്റ്റത്തെ ഷെയ്ഡ് വന്നിട്ട് സെഡക്ട്രസ് നമ്പർ 65 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു മീഡിയം ടു ഫെയർ ആയിട്ടുള്ളവർക്ക് അടിപൊളി ഒരു ഷെയ്ഡാണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. സി ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് ന്യൂഡ് പിങ്ക് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ്സ് എ വെരി നൈസ് ഷെയ്ഡ്. കുറച്ചും കൂടെ ഫെയർ ആയിട്ടുള്ളവർക്ക് അടിപൊളി ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് 699 ആണ്. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് നമ്പർ 175 ആണ്. റിംഗ് ലീഡർ എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഇതൊരു പക്ക ഒരു ന്യൂഡ് പിങ്കിലേക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് ഇതാണ് ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. ഐ ഡോണ്ട് നോ എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ളത്, പക്ഷെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും കയ്യിലുണ്ടാവുന്ന ഷെയ്ഡ്സ് ആണ്. സോ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ദിസ് ഓൾസോ ഇൻ യുവർ വാനിറ്റി. ഇപ്പൊ നിങ്ങൾ വാനിറ്റി ഉണ്ടാക്കുന്ന ഒരു ടൈമാണ്, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ലിപ്സ്റ്റിക്സ് ആണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ കരുതി വെക്കാം. ഇനി അതിൽ തന്നെ ഉള്ള ഒരു വേറൊരു പിങ്ക് ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ 15 ലവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതും കുറച്ചും കൂടെ ഒരു പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതും ഞാൻ കാണിച്ചു തരാം സ്വാച്ച് ചെയ്തിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വാച്ച് ചെയ്ത് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെയ്ഡ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല, ബട്ട് മൂന്നും ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. ഉണ്ടോ, ഇതൊരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആൻഡ് ദിസ് ഇസ് കൈൻഡ് ഓഫ് വെരി ന്യൂഡ് പിങ്ക്. ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്കർ അങ്ങനത്തെ ഒരു പിങ്കിലോട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ്. സോ ഷെയ്ഡ് നമ്പർ 15 ലവർ നോട്ട് ചെയ്തു.
ഇനി കുറച്ചും കൂടെ ബ്രൗൺ ന്യൂഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് നമ്പർ 70 ആമസോണിയൻ. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും അറിയുന്ന ഒരു ഷെയ്ഡാവും, കാരണം കുറേ കമന്റ്സ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കുമെന്ന് വെച്ചിട്ട്. നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഷോർട്സ് എന്തോ ഇട്ടിട്ടുമുണ്ട്. സോ ഇത് അങ്ങനെ ഒരു ഷെയ്ഡാണ്, ഒരു ബ്യൂട്ടിഫുൾ ന്യൂഡ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ നമ്മളൊരു ലിപ് ലൈനർ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പം അടിപൊളി ഒരു ബ്രൗൺ ആണ് കിട്ടുക. സോ ദിസ് ഇസ് ദ ഷെയ്ഡ് ഗൈസ്, can you see? സൂപ്പർ സ്റ്റേ കളക്ഷനിൽ എൻ്റെ ഉള്ള 4 ലിപ്സ്റ്റിക്സ് ആണ് ഇത്, 4 എണ്ണം. അതിന്റെ 4ന്റെയും പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മെബെലൈൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ നിങ്ങൾക്ക് ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അത് കമ്മിങ് ഇൻ മെബെലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് കളക്ഷനിലാണ് വരുന്നത്. ഇൻ ദ ഷെയ്ഡ് നെയിം സെൻസേഷണലി മീ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും ഒരു പിങ്ക് ഷെയ്ഡാണ്. കുറച്ചും കൂടെ ഒരു ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി ഒരു പീച്ച് പിങ്ക് വൈബൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഹിന്ദു ബ്രൈറ്റ്സിനൊക്കെ നന്നായിട്ട് ചേരും. ടെമ്പിൾ ലുക്ക് ഒക്കെ ചെയ്യുന്ന ഹിന്ദു ബ്രൈറ്റ്സിനാണല്ലോ കുറച്ചും കൂടെ ബ്രൈറ്റർ ഷെയ്ഡ്സിൽ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അപ്പൊ അത്രയാണ് എൻ്റെ മെബെലൈൻ കാറ്റഗറിയിൽ വരുന്ന അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫോറെവർ 52ന്റെ അകത്ത് വരുന്ന 2 ഷെയ്ഡ്സ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ബ്രൈറ്റ്സിന് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു, പക്ഷെ ലിപ്സ്റ്റിക് ഇട്ട സമയത്ത് അവർക്ക് ആ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല, അത് ഭയങ്കര ഡാർക്ക് ആയി പോയി എന്നൊക്കെ പറയുന്ന ബ്രൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചൊന്ന് ലൈറ്റർ ഷെയ്ഡിലോട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പക്ക ന്യൂഡ് ഷെയ്ഡാണ് ഫോറെവർ 52 ഡെയിലി ലൈഫ് ഫോറെവർ 52ന്റെ സൂപ്പർ സ്റ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ വരുന്ന ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. ഇറ്റ്സ് എ വെരി ന്യൂഡ് ഷെയ്ഡ്. നമ്മൾ ഇത് മാത്രം ഇടുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന്റെ കളർ പോലെ തന്നെ ഉണ്ട്, നമുക്ക് ചുണ്ടുണ്ടെന്നൊന്നും തോന്നില്ല. അപ്പൊ നമുക്ക് ലൈറ്റർ ഐ മീൻ ഡാർക്കർ ഷെയ്ഡ്സിനെ ലൈറ്റിലേക്ക് ആക്കാൻ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് SLC 022 ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഏതായാലും കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കൈയിന്റെ അതേ കളർ പോലെ തന്നെ ഉണ്ടാവും സാധനം, കണ്ടോ? വളരെ ന്യൂഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇത്. പല സിറ്റുവേഷൻസിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാര്യം. ചിലപ്പം നമ്മളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ബ്രൈഡിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പം മേ ബി ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. ലൈക്ക് ബ്രൈഡിന് ചിലപ്പോൾ ഷെയ്ഡ് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കറായി എന്ന് കംപ്ലൈന്റ് പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കതൊന്ന് ന്യൂട്രൽ ആക്കി കൊണ്ടുവരാൻ ഈ ഒരു ലിപ്സ്റ്റിക് നല്ലതാണ് കയ്യിലുള്ളത്. പിന്നെ വരുന്നത് ഫോറെവർ 52 അതേ ബ്രാൻഡിന്റെ തന്നെ SHW 008 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഷെയ്ഡിന്റെ പേര് വന്നിട്ട് ട്രെൻഡ് സെറ്റർ. ഇതെനിക്ക് ശൈലത്ത റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. ഷോ സ്റ്റോപ്പർ എന്നാണ് ഈ ഒരു റേഞ്ചിന്റെ പേര് കേട്ടോ, ഷോ സ്റ്റോപ്പർ. ഇതിൽ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതൊരു മോവ് പിങ്ക് അങ്ങനെ ഒരു ഷെയ്ഡാണ്, മോവ് പിങ്ക് കണ്ടോ. ആൻഡ് ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 750 അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇപ്പൊ റീസെന്റ് ട്രെൻഡിങ്ങും അതുപോലെ തന്നെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ദി അയാം ബ്യൂട്ടി എന്നാണോ ഡിയാം ബ്യൂട്ടി എന്നാണോ പറയാന്നറിയില്ല. ഞാൻ യൂഷ്വലി ഡിയാം ബ്യൂട്ടി എന്നാണ് പറയാറ്. സോ അതിന്റെ 2 ഷെയ്ഡ്സ് ഉണ്ട്. ദിസ് ഇസ് നമ്മൾ കാണുമ്പോൾ കുറച്ച് ന്യൂഡാന്നൊക്കെ വിചാരിക്കെങ്കിലും പക്ഷെ ഇടുന്ന സമയത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഇതിന്റെയും സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഒരു പിങ്ക് ആൻഡ് ബ്രൗൺ ഷെയ്ഡാണ് എൻ്റെ ഉള്ളത്. പിങ്കിന്റെ പേര് പിങ്ക് ട്രഫിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ, ഡിയാം ബ്യൂട്ടിയുടെ. അപ്പൊ അതൊന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. നമ്മൾ കുപ്പി കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്, പക്ഷെ ഇടുന്ന സമയത്ത് ഭയങ്കര ബ്രൈറ്റ് ഒരു പിങ്ക് ആണ് ഗൈസ്. സോ ഇത് ആക്ച്വലി എനിക്ക് വാങ്ങിയതായിരുന്നു, പക്ഷേ എനിക്ക് സ്യൂട്ട് ആവില്ലല്ലോ. സോ ഐ ജസ്റ്റ് ട്രാൻസ്ഫർഡ് ഇറ്റ് ടു മൈ വാനിറ്റി. പക്ഷെ എൻ്റെ ബ്രൈറ്റ്സിന് ഒരാൾക്ക് ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഇതും അഗെയിൻ ഐ തിങ്ക് 700 750 ആ ഒരു റേഞ്ച് ആണെന്ന് തോന്നുന്നു. സോ പിന്നെ ഈ ഒരു പ്രൈസിലൊക്കെ നമുക്ക് അഫോർഡബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ ബ്രൈഡൽ ലിപ്സ്റ്റിക്സിന്റെ കേസിൽ. കാരണം നമുക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യണമല്ലോ, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അതിന്റെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. സോ അതും ഞാൻ കയ്യിൽ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇറ്റ്സ് എ നൈസ് ഷെയ്ഡ്. ഇടുന്ന സമയത്ത് കുറച്ചും കൂടെ
ഡാർക്ക് ആവും. കയ്യിൽ ഇപ്പം നമ്മുടെ ഈ ഒരു കൈയിന്റെ കളറിൽ വരുന്ന ഷെയ്ഡാണിത്. നമ്മൾ ലിപ്സിൽ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും. സോ ഡിയാം ബ്യൂട്ടിയുടെ ഷെയ്ഡ് നെയിം ഏതാണ്? ലാറ്റെ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഓക്കെ, നമ്പർ ഇല്ല, ഷെയ്ഡ് നെയിം മാത്രമേ ഉള്ളൂ, ലാറ്റെ ലവ്. ഓക്കെ, യു ക്യാൻ നോട്ട് ദാറ്റ്. പിന്നെ എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഷെയ്ഡാണ് വിച്ച് ഐ യൂസ് കോമൺലി ഫോർ ഹിന്ദു ബ്രൈഡ്സ്. അതും ഒരു ഭയങ്കര പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇത് മൈഗ്ലാമിന്റെ ലിക്വിഡ് വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക് കളക്ഷനിൽ വരുന്ന ഷെയ്ഡാണ്. ഷെയ്ഡ് നെയിം ഇതിൽ കൊടുത്തിട്ടില്ല, ബട്ട് BM02 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡാണ്. ഇതെനിക്ക് ആരോ സജസ്റ്റ് ചെയ്ത് തന്ന സംഗതിയാണ്. ഭയങ്കര ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തോന്നുന്നതാണ്, ഇത് ഭയങ്കര ബ്രൈറ്റ് പിങ്ക് ആണ്. സോ ഇനി പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡും കൂടി ആയിട്ടുള്ള കിറോ ബ്യൂട്ടിയുടെ കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. ഇതെല്ലാം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അസ്മീനത്തെയാണ് കേട്ടോ. അസ്മീന മേക്ക് ഓവർ ബൈ അസ്മീനയുടെ മാസ്റ്റർ ക്ലാസ്സിന് പോയപ്പോൾ കിട്ടിയ കുറച്ച് ഷെയ്ഡ്സ് ആണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ, നല്ലതാണ്, പ്ലീസ് നോട്ട്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് എൻ്റെ വെരി ഫേവറേറ്റ്, ഇത് ഞാനും ഉപയോഗിക്കാറുണ്ട്, കിറോ ബ്യൂട്ടിയുടെ നട്ട്മെഗ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ്. വെരി നൈസ്. ഇത് മാത്രമല്ല സ്കിൻ കെയർ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഷെയ്ഡും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്താലും അങ്ങനെ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊന്നും വരില്ല. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ലിപ് പിഗ്മെന്റേഷൻ മാറാൻ. അപ്പം അതിനൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സ്കിൻ കെയർ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് വാങ്ങിക്കാൻ കിട്ടും. സോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ ആ ഒരു ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബ്രാൻഡാണ് കിറോ ബ്യൂട്ടി. അപ്പോൾ കിറോ ബ്യൂട്ടിയുടെ നട്ട്മെഗ് ന്യൂഡ് ഞാൻ ഇനി സ്വാച്ച് ചെയ്ത് കാണിക്കണ്ടല്ലോ, എൻ്റെ ചുണ്ടിലിപ്പുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. നല്ലതാണ് കേട്ടോ. പിന്നെ അതിൽ ഭയങ്കര ന്യൂഡായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ന്യൂഡ് മോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ വേണമെങ്കിൽ കയ്യിലിട്ട് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇനി സ്ഥലമില്ല ഗൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഇടാം. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കാര്യമില്ല ഇങ്ങനെ കാണിച്ചു തന്നിട്ട്, കാരണം ഓൾമോസ്റ്റ് എല്ലാം ഭയങ്കര സിമിലർ ആയിട്ടാണ് എനിക്ക് വരെ തോന്നുന്നത്. സംഭവം എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു ബ്രൗൺ ആണ് ആൻഡ് വെരി ലൈറ്റ് ബ്രൗൺ. ന്യൂഡ് മോക്ക എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഈ അടുത്ത ഷെയ്ഡ് വന്നിട്ട് കുറച്ചൊരു ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒന്നും ചെയ്യാണ്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കിറോ ബ്യൂട്ടിയുടെ ഈ ഒരു കോറൽ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. ഇതൊന്നും എനിക്ക് തീരെ ചേരില്ല, പക്ഷെ ബിക്കോസ് വെരി ന്യൂഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. കണ്ടോ, ഇതാണ് ഷെയ്ഡ് വന്നിട്ട് ഭയങ്കര ന്യൂഡാണ്. സോ യാ, ഇതിനൊക്കെ ഒരു 899 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ നല്ല ലിപ്സ്റ്റിക്സ് ആണ്, അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ദിസ്. പിന്നെ കുറച്ചും കൂടെ ഒരു റെഡിഷ് വൈബിലോട്ട് അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കിറോയുടെ ലേഡി ബേർഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കേട്ടോ. ഇത് ഭയങ്കര ഒരു മെറൂണിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, കണ്ടോ. സോ യാ, അപ്പൊ അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സിനൊക്കെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ്. പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഞാൻ മെയിൻ ആയിട്ട് ബ്രൈഡ്സിന് പ്രിഫർ ചെയ്യാറില്ല, കാരണം അത് ലാസ്റ്റ് ചെയ്യില്ല, അത് പെട്ടെന്ന് പോവും. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അത് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ അവർക്കൊരു ടച്ചപ്പ് കിറ്റ് ഒക്കെ കൊടുക്കണം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ. അത് കുറച്ച് ടാസ്കുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് ബ്രൈഡ്സിന് യൂസ് ചെയ്യാറ്. ബട്ട് സ്റ്റിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൽ എല്ലാവരും ബ്രൈഡ്സിന് പ്രിഫർ ചെയ്യുന്ന കുറച്ച് ഷെയ്ഡ്, ഐ മീൻ കുറച്ചല്ല, ആകെ 2 ഷെയ്ഡ്സ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു തരുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് നൈക്കയുടെ ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കണ്ടോ, ഒരു ഭയങ്കര ഒരു ഡാർക്ക് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നല്ലതാണ് കേട്ടോ. ക്രയോൺ ലിപ്സ്റ്റിക് റേഞ്ച് ആണ് സാധനം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, അതായത് ഭയങ്കര നിറമുള്ള ആൾക്കാർക്ക് അവരുടെ ലിപ് കളർ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് മാക്കിന്റെ ഈ ഒരു മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ദിസ് ഇസ് ആക്ച്വലി ഔട്ട് ഓഫ് ദ കാറ്റഗറി. അതായത് നമ്മൾ ഇന്ന് പറയുന്നത് ഫുൾ അഫോർഡബിൾ സൈഡിലോട്ടാണ്, പക്ഷെ മാക്കിൻ്റെ അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മിനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് നല്ലതായിരിക്കും. ദിസ് ഇസ് കോൾഡ് മെഹർ എന്നുള്ള ഷെയ്ഡാണ്. A62 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. സംഭവം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും കൂടി ഇത് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും.
ആൻഡ് ഓൾസോ ഒരുവിധം ഫെയർ ആയിട്ടുള്ള എല്ലാ ബ്രൈഡ്സിനും നന്നായിട്ട് ചേരുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഉള്ളൊരു ട്രെൻഡാണ് ഗ്ലോയി ലുക്ക് വേണം അല്ലെങ്കിൽ ഗ്ലാസ് സ്കിൻ ലുക്ക് വേണം. സോ അങ്ങനെയുള്ള ലുക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കാണിച്ചതെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്ന ലോങ് സ്റ്റേയിങ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. അപ്പൊ അതിന്റെ മേലെ കൂടെ നിങ്ങൾക്കൊരു ഗ്ലോസി ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഗ്ലോസ് എങ്കിലും കയ്യിൽ വേണം ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത്. അപ്പൊ എപ്പോഴും ഗോ ഫോർ an അഫോർഡബിൾ വൺ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മെബെല്ലൈൻ്റെ ഈ ഒരു ലിഫ്റ്റർ ഗ്ലോസ് ആണ്. ഇൻ ദ ഷെയ്ഡ് 003 മൂൺ എന്നാണ് ഷെയ്ഡിന്റെ പേര് കേട്ടോ. ഇത് നന്നായിട്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലിപ്സ്റ്റിക് ആണോ ഇട്ടത് അതിന്റെ മേലെ കൊണ്ട് ഇതിടുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ആ ഒരു ഇട്ട ലിപ്സ്റ്റിക് ഒന്നും കൂടെ ഡാർക്കർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതെനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ വരുമ്പോൾ എനിക്ക് വല്ലാതെ ഈ ഒരു ഗ്ലോസിനോട് താല്പര്യമില്ല. സോ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഗ്ലോസ് ആണ് PACയുടെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലോസ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് ഞാൻ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് തിരിച്ച് ആപ്ലിക്കേറ്ററിനെ ഇതിലിടുമ്പോൾ വരുന്ന കളർ ചേഞ്ച് ആണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലിപ് ഫില്ലർ വെച്ചിട്ട് വേണം നമ്മൾ വോണ്ട് അതേപോലെ എടുത്തിട്ട് നമ്മളെ ബ്രൈഡ്സിന്റെ ലിപ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് റീസൺ ആവുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മൾ ലിപ് ഫില്ലറിന്റെ ബ്രഷ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ വന്നൊരു അബദ്ധമാണ്. അതുകൊണ്ടാണ് ഈ കളർ ചെറുതായിട്ടൊന്നും മാറിയത്. അല്ലാണ്ട് ഇതൊരു വെരി ട്രാൻസ്പെറൻറ്റ് കൈൻഡ് ഓഫ് ഗ്ലോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ ഗ്ലിറ്റർ ചങ്ക്സ് വരുന്നുണ്ട്, പക്ഷെ ഇതിൽ അങ്ങനെയില്ല. ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ആണ്. അപ്പൊ ഈ ഒരു 2 കൈൻഡ് ഓഫ് ഗ്ലോസസ് നിങ്ങളുടെ കയ്യിലുള്ളത് നല്ലതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഷെയ്ഡ് നെയിം ഒന്നുമില്ല. ഇറ്റ്സ് കോൾഡ് ട്രാൻസ്പെറൻറ്റ് ലിപ് ഗ്ലോസ് ഫ്രം PAC. സോ ഗൈസ്, നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പാത്രത്തിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കൈ ഫുള്ളായി. സോ ഇതൊക്കെ ഞാൻ ഇനി പോയി റിമൂവ് ചെയ്യട്ടെ. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു അഫോർഡബിൾ ബ്രൈഡൽ ലിപ്സ്റ്റിക് റെക്കമെൻഡേഷൻ വീഡിയോ. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്ഡ്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതും കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് നമ്മുടെ ഇൻസ്റ്റഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. I'll see you soon with another video. Until then, stay tuned. I love you all. Thank you for watching. Lots of love.